ഓക്കെ, ചാപ്റ്റർ 6 ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ബേസിക് ടേംസും ഡെഫിനിഷൻസും ആണ്. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ലൈൻ സെഗ്മെൻറ്റ് എന്താണ്. ലൈൻ സെഗ്മെൻറ്റ് എന്തായിരുന്നു? ലൈൻ സെഗ്മെൻറ്റ് അറിയണമെങ്കിൽ ലൈൻ അറിയണം. ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ എന്ന് പറയുന്നതിന് ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും ഇല്ല, എൻഡിങ് പോയിൻറ്റും ഇല്ല. അപ്പോൾ ലൈൻ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും എന്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഈ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാലോ ഈ ലൈനിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഇതൊരു ലൈനാണെങ്കിൽ അതിൻ്റെ ഒരു പോർഷനാണ് എന്ത്? ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിന് എന്തുണ്ട്? ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഒരു എൻഡിങ് പോയിൻറ്റും ഉണ്ട്. ഇനി റേ എന്താണ്? റേ എന്ന് പറയുന്നത് റേക്കൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ, ബട്ട് എൻഡിങ് പോയിൻ്റ് ഇല്ല. നെക്സ്റ്റ് എന്താ? ആംഗിൾസ്. ഇനി ആംഗിൾസ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ആംഗിൾസ് ഫോം ചെയ്യുന്നത് രണ്ട് റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ആംഗിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ എന്ത് പറയും? വെർട്ടെക്സ് എന്ന് പറയും. മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാ? വെർട്ടെക്സ്. അതുപോലെ ആംഗിൾസ് ഫോം ചെയ്യുന്ന ആ റേസിനെ പറയുന്നതാണ് നമ്മളെന്ത്? ആംസ് എന്ന് പറയും. അപ്പോൾ രണ്ട് ക്ലിയർ ആയോ? ഇനി ആംഗിൾസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ടല്ലേ? ഏതൊക്കെയായിരുന്നു? അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലെക്സ് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾസോ? 90 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഇനി ഏതാണ്? റൈറ്റ് ആംഗിൾ. കറക്റ്റ് 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനെ എന്ത് പറയും? 90 റൈറ്റ് ആംഗിൾ എന്ന് പറയും. അതായത് പെർപെൻഡിക്കുലർ ലൈൻസിൽ വരുന്ന ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ, 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയും. ഇനി നെക്സ്റ്റ് ഏതാണ്? സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ എന്താണ്? ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് എന്ത്? സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ ഏതാണ്? 180 ഡിഗ്രി. അപ്പോൾ അക്യൂട്ട് ആംഗിൾ പഠിച്ചു. അക്യൂട്ട് ആംഗിൾ എന്താ? 0ക്കും 90 ഡിഗ്രിക്കും ബിറ്റ്വീൻ ആയിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾസ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 180 ഡിഗ്രി. ദെൻ റൈറ്റ് ആംഗിൾ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 90 ഡിഗ്രി. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് എന്ത്? സ്ട്രെയിറ്റ് ആംഗിൾ. ദെൻ വാട്ട് അബൌട്ട് റിഫ്ലെക്സ് ആംഗിൾ? റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി. അപ്പം ആംഗിൾസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി ആണ് എന്ത്? റിഫ്ലെക്സ് ആംഗിൾ. ഇത്രയും ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് പഠിക്കുന്നത് അഡ്ജസൻറ്റ് ആംഗിൾസ് എന്താണെന്ന് പഠിക്കും. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ്. അപ്പോൾ ഈ അഡ്ജസൻറ്റ് ആംഗിൾസിൽ എന്തൊക്കെയാണ് പ്രത്യേകത നോക്കിക്കുക. അഡ്ജസൻറ്റ് ആംഗിൾസിൽ രണ്ട് ആംഗിൾസിനും ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ രണ്ട് ആംഗിൾസിനും എന്തുണ്ട്? ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ട്. നമുക്ക് ആംഗിൾസിന് പേര് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡി സി എ ബി. അപ്പോൾ നോക്കിക്കേ ഏതൊക്കെ ആംഗിൾസാണ് ഉള്ളത്? ഇതൊരു ആംഗിളാണ് എ ബി ഡി. നെക്സ്റ്റ് ഏത് ആംഗിള്? ഡി ബി സി. ഇത് വേറൊരു ആംഗിളാണ്. ഈ രണ്ട് ആംഗിൾസും അഡ്ജസൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? ഇതിനൊരു കോമൺ ആം ഉണ്ടാവും. ഇവിടെ ഒരു കോമൺ ആം എന്ന് പറയുന്നത് ഏതാ? ബി ഡി എന്ന് പറയുന്നതാണ് കോമൺ ആം. അതുപോലെ അതിന് രണ്ട് നോൺ കോമൺ ആംസ് ഉണ്ടാവും. അത് കോമൺ ആമിൻ്റെ ഡിഫറെൻറ്റ് സൈഡിലായിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഹാവ് എ കോമൺ വെർട്ടെക്സ്, എ കോമൺ ആം and their non-common arms are on different sides of the common arm. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെയിം ലൈനിൽ മൂന്നോ അതിൽ കൂടുതലോ പോയിന്റ്സ് ലൈ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ്സിനെ എന്ത് പറയും? കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയും. അല്ലാത്ത പോയിന്റ്സിനെല്ലാം എന്ത് പറയാം? നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയും. ഇനി ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ?
ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. ഇപ്പം നോക്കിക്കേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, എ ബി സി. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസ്, ഈ ആംഗിളിനെ എന്ത് പറയും? ഈ രണ്ട് ആംഗിൾസിനെ എന്ത് പറയാം? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സം എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് പറഞ്ഞത് മനസ്സിലായോ? ഇനി നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണെന്ന് പഠിച്ചില്ലേ? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കണം. കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ സം എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇനി വാട്ട് അബൌട്ട് സപ്ലിമെൻ്ററി ആംഗിൾസ്? രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണോ?